ആ ഇനി ഇംഗ്ലീഷ് പഠിക്കാം. A for apple. B for തക്കാളി. എന്താണ്? തക്കാളി. ബക്കാടിയോ? നീ ഇതെവിടുന്ന് ഇതൊക്കെ പഠിച്ചേ? പറയൂല. പറയില്ലെന്നാ? ആഹാ, നീ പറയണ്ട. ഇതിന്റെ ഉറവിടം എവിടെയെന്ന് എനിക്ക് ഊഹിക്കാം. ചേച്ചായ ഇന്ന് വന്നേ. ചേച്ചായ കിടന്നലറാതെ എന്റെ പെണ്ണെ. തുണിയാട് ഇനിയും അലക്കി കഴിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്ന എന്റെ കോൺസെൻട്രേഷൻ പോവും. ആ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഞാൻ ശരിയാക്കി തരാം. മകള് പറയുന്നത് കേട്ടോ. പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട് നിന്റെ തന്തയ്ക്ക്. A for apple. A for apple. ഇതെല്ലാവർക്കും അറിയാവുന്നല്ലേ. എന്റെ കൊച്ചിന് കുറ്റം പറയുന്നോടി. ആ ബാക്കി കൂടെ കേക്ക് താൻ. അപ്പന്റെ കൊച്ചു ബാക്കിയും കൂടെ പറ. B for തക്കാളി. ഇതെങ്ങനെ? ഇതെങ്ങനെയാന്ന് നീ ഞാൻ തന്നെ പറഞ്ഞു തരണോ? ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ മുന്നിൽ വെച്ച് വെള്ളമടിക്കരുതെന്ന്. ചേട്ടനും കണക്കാ, അനിയനും കണക്കാ. ഞങ്ങളതിനെന്ത് ചെയ്തു? എടി ഇത് ഞങ്ങളുടെ ബ്രാൻഡ് പോലും അല്ല. മമ്മി പപ്പക്ക് പറയണ്ട. എനിക്ക് അപ്പാപ്പൻ പറഞ്ഞു തന്നതാ. അപ്പാപ്പനാ? ശരി പപ്പ. അതൊരു കയ്യബദ്ധം. എന്റെ ഏട്ടത്തി, ഇവിടെ താണങ്ങളെല്ലാം കണക്കാം. കൊച്ചിനെ ഇനി നിങ്ങളെന്നെ ബാക്കി പഠിപ്പിക്കേ. അതിനെന്താ, ഞാൻ പഠിപ്പിക്കും എന്റെ കൊച്ചിനെ. ഇങ്ങോ ആടിമുത്തെ. പപ്പയുടെ കൊച്ചിനെ പപ്പ പഠിപ്പിച്ചു തരാം. നമുക്ക് M for MH, V for വാറ്റ് ഒക്കെ പഠിക്കാം. എന്റെ മാതാവേ, ഇയാളെ കൊണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞ് അങ്ങ് ശരിയായിക്കൊള്ളുന്നേ. ആ അച്ചു ബാക്കി പറ. M for ഇച്ചായ. അതെനിക്കുള്ള വിളിയാണെന്ന് തോന്നുന്നു. മതവേ, പുറത്തേക്കുള്ള വഴി എവിടെയാണോ എന്തോ.